എല്ലാവർക്കും വീണ്ടും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ തീരെ സമയമില്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകളും ഹീലിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് തന്നെ ആദ്യം ഇട്ട് തുടങ്ങാം എന്ന് കരുതി, കുറച്ച് ദിവസത്തിന് ശേഷം ഇടുമ്പോൾ. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ക്ലാസ്സസും നമ്മളുടെ ക്ലാസ്സസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ക്ലാസ് അനൗൺസ്മെൻറ്റ്സും എല്ലാം വരുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളൂ, ഹോപ്പോനോപോനോ റിലേഷൻഷിപ്സിന് മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഹോപ്പോനോപോനോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഹോപ്പോനോപോനോ എന്ന് പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്, ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? സാമ്പത്തികമായിട്ടുള്ള കഷ്ടതകൾ, ലൈഫ് കഷ്ടതകളെന്നല്ല, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി, ലൈഫിലേക്ക് കൂടുതൽ സമ്പത്ത് കടന്നു വരാൻ വേണ്ടി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഒരു ഹോപ്പോനോപോനോയുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രയറാണ്. അത് ഞാൻ തന്നെ അത് മലയാളത്തിലാക്കിയിട്ടാണ് അത് പറയുന്നത്. അത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വീഡിയോ അവസാനം വരെ കേൾക്കുക. കാരണം ഏറ്റവും മൂലയൊന്നും കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ഹോപ്പോനോപോനോ ഫോർ നമ്മളുടെ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ അഭിവൃദ്ധി നമ്മുടെ ലൈഫിലേക്ക് വരാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രയർ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നുള്ളതാണ്. ഈ പ്രയർ ഞാനിവിടെ ചാൻറ്റ് ചെയ്യും. കുറച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചാൻറ്റ് ചെയ്യും. ഈ ചാൻറ്റ് ചെയ്യുന്ന പ്രയർ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇടുന്നതുമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പ്രയർ ഇവിടെ കേൾക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ആ പ്രയർ ഒന്ന് വായിക്കുക മാത്രം ചെയ്യുക. എപ്പോഴാണ് ഇത് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത്, എത്ര നേരം വായിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് നിങ്ങൾ വായിക്കേണ്ടത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ്. എത്ര നേരമാണ് വായിക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് എത്രമാത്രം വായിച്ചാലാണോ ഒരു മനസ്സിലൊരു തൃപ്തി വരുന്നത് അത്രമാത്രം വായിക്കുക. ചില ആൾക്കാർക്ക് 20 വട്ടം വായിക്കുമ്പോഴായിരിക്കും തൃപ്തി വരുന്നത്, ചില ആൾക്കാർക്ക് 50 വട്ടം വായിക്കുമ്പോഴായിരിക്കും തൃപ്തി വരുന്നത്, ചില ആൾക്കാർക്ക് 100 വട്ടം വായിക്കുമ്പോഴായിരിക്കും തൃപ്തി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സംഖ്യ പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ജപിക്കുക? നമ്മൾ കണ്ണടച്ചിരിക്കുക. കണ്ണടച്ചിരുന്നിട്ട് ആദ്യം ദൈവത്തിനോട് നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്കെല്ലാം നന്ദി പറയുക. ജീവിതത്തിലുള്ള എല്ലാ നല്ല കാര്യം, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ഉണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്കും ചിലപ്പോൾ അവരുടെ ആരോഗ്യം നല്ലതായിരിക്കും. നല്ല കാര്യങ്ങൾ ഇല്ലാത്ത ആരുമില്ല. നമ്മുടെ ലൈഫിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക. അതിനുശേഷം ഈ പ്രയർ വായിക്കുക. വായിച്ച് ഒരു 2-3 ദിവസം നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അത് കാണാതെ പഠിച്ച് അതിനുശേഷം പറയാൻ ശ്രമിക്കാം. ഉറപ്പായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ക്ലയൻസിന്, ഒരുപാട് പേർക്ക്, എൻ്റെ പേഴ്സണൽ ക്ലാസ്സസിന് വരുന്ന ക്ലയൻസിന് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു പ്രയറാണ്. അത് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് നമ്മളിപ്പോൾ അത് റിലീസ് ചെയ്യുകയാണ് പബ്ലിക്കിന് വേണ്ടി. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. മോറോവർ, സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു അഫർമേഷൻ. ഈ അഫർമേഷൻ ഒരു അഫർമേഷനാണ്. സൈക്കോളജിക്കലി എന്താവും, നമുക്ക് ഒരു കോൺഫിഡൻസ് തരും, ഒരു ഹോപ്പ് തരും. അതുവഴി നമുക്ക് ഏത് സിറ്റുവേഷനെയും വളരെ ധൈര്യത്തോടു കൂടി നേരിടാൻ പറ്റും. ഏത് അവസരത്തിലും നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പ്രയർ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചാൻറ്റ് ചെയ്യുക.
ചാൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ശമ്പളം, ഇതിനെല്ലാം ഒരു നിശ്ചിത രൂപയെങ്കിലും നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്കോ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന മൃഗങ്ങൾക്കോ കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 രൂപയാണ് ശമ്പളം എന്ന് വിചാരിച്ച ഒരാളുടെ, അതിൽ ഒരു 100 രൂപ പാവപ്പെട്ട ഒരാൾക്ക് സഹായിക്കുക. അല്ലെങ്കിൽ ഒരു പൊതി ഭക്ഷണം മതി. അല്ലെങ്കിൽ ഒരു തെരുവ് നായ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. 10,000-ന് 100 രൂപ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനനുസരിച്ച് നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കഴിവിനനുസരിച്ച് സന്തോഷത്തോടു കൂടി, ഇല്ലാത്തത് കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സങ്കടമായിരിക്കും. നമുക്ക് സന്തോഷത്തോടു കൂടി എത്ര രൂപയാണോ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, രൂപയായിട്ടൊരിക്കലും കൊടുക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ഭക്ഷണമായിട്ടോ, കാരണം ഭക്ഷണമാണ് ഒരു മനുഷ്യന് പൂർണ്ണ തൃപ്തി തരുന്നത്. പൈസ ഒരാൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വിചാരിക്കും, 1000 രൂപ തന്നൂടായിരുന്നു അയാൾക്കെന്ന് വിചാരിക്കും. അയാൾക്കൊരു പൂർണ്ണ തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്തു നോക്കി, കുറച്ചു നേരം കഴിയുമ്പോൾ മതി എന്ന് പറയും, പൂർണ്ണ തൃപ്തി ഉണ്ടാവും. അതുകൊണ്ട് ഭക്ഷണം ദാനം ചെയ്യുന്നതാണ്, അന്നദാനം ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രയറിലേക്ക് പോകാം. എല്ലാവരും വെയിറ്റ് ചെയ്യാന്നറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ പ്രയറിലേക്ക് പോവാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും. എനിക്ക് പണത്തെക്കുറിച്ചുള്ള ഭയങ്ങളും പരിമിതമായ വിശ്വാസങ്ങളും ഉണ്ടായതിൽ എന്നോട് ദയവായി ക്ഷമിക്കുക. സമൃദ്ധിയുടെ ഒഴുക്കിനെയും ധനസമ്പത്തിനെ ആകർഷിക്കാനുള്ള എൻ്റെ കഴിവിൽ സംശയം കാണിച്ചതിലും എന്നോട് ക്ഷമിക്കുക. ഞാനും എൻ്റെ പൂർവികരും ധനവരവിന് തടസ്സമായി സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ചിന്തകളെയും പ്രവൃത്തികളെയും ക്ഷമിക്കുക. ധനത്തെക്കുറിച്ചുള്ള ഭയം, കുറ്റബോധം അല്ലെങ്കിൽ സ്വയം അയോഗ്യത കൽപ്പിച്ച് തടസ്സമുണ്ടാക്കിയതിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഹീലിംഗ് ആവശ്യമുള്ള കാര്യങ്ങളെ കാണിച്ചു തന്നതിന് നന്ദി. ഞാൻ ഇതിനകം സ്വീകരിച്ച ധനപരമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. സമ്പത്ത് അതിരില്ലാത്തതാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഞാൻ എൻ്റെ വളർച്ചയ്ക്കുള്ള, ആനന്ദത്തിനുള്ള, വിനയത്തിനുള്ള ഒരു ഉപകരണമായി പണത്തെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്നും എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും ഇല്ലാതാക്കി സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ നന്ദിയോടെ ദൈവത്തിനെ സ്നേഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പ്രയർ കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തെല്ലാം ഉണ്ട്. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹോപ്പണോപ്പണോ പ്രയറാണ്. അത് മലയാളത്തിലിട്ടതാണ്. ഇതിൻ്റെ മലയാളം വേർഷൻ പൂർണ്ണമെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമാണ്. ഇതിൻ്റെ ടെക്സ്റ്റ് വേർഷൻ, എഴുതിയിട്ടുള്ള വേർഷൻ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നതാണ്. എല്ലാവരും കമ്മ്യൂണിറ്റിയിൽ ചേരുക. അതുവഴി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ആ പ്രയർ നോക്കി വായിക്കാൻ സാധിക്കും. മറ്റൊരുപാട് കാര്യങ്ങളും അതിനകത്ത് വരുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു പ്രയർ മറ്റൊന്നും ചൊല്ലിയില്ലെങ്കിലും ചൊല്ലുക. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.